നിങ്ങൾക്കൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യണം. അതൊന്നെങ്കിൽ നമ്മുടെ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോംസ് ആയിട്ടുള്ള ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലുള്ള രീതിയിലാവാം. അല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു ബ്ലോഗ് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു ഓർഗനൈസേഷന് ബ്ലോഗ് പോസ്റ്റ് ചെയ്യാൻ, അല്ലാന്നുണ്ടെങ്കിൽ പേഴ്സണൽ ബ്ലോഗ്സ് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൈറ്റ് ആവാം. അതുമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുള്ള രീതിയിൽ നമുക്ക് വെബ്സൈറ്റ് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ പോർട്ട്ഫോളിയോസ്, ഇതിനെല്ലാം നമുക്ക് എന്ത് വേണം? ഒരു വെബ്സൈറ്റ് വേണം അല്ലേ? സോ ഈ ഒരു വെബ്സൈറ്റിൻ്റെ കേസിലേക്ക് വരുമ്പോൾ കുറച്ച് പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെ? നമുക്ക് കോഡിങ് അറിയില്ല എന്നുള്ളവരുണ്ടാകും. കോഡിങ് അറിയില്ല. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ വെബ്സൈറ്റ് നല്ല രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റണം. നല്ല രീതിയിലുള്ള കളേഴ്സും കാര്യങ്ങളും കൊടുത്ത്, അതുപോലെ തന്നെ നല്ല തീംസും കാര്യങ്ങളൊക്കെ എന്ത് വേണം? നമ്മുടെ വെബ്സൈറ്റിനകത്ത് വേണം. അതുപോലെ തന്നെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആയിരിക്കണം അല്ലേ? സോ ഇത്തരം കാര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു സൊല്യൂഷനാണ് എന്തെന്ന് പറയുന്നത്? വേർഡ് പ്രസ്. അതെ, നമുക്ക് ഈ ഒരു സൊല്യൂഷൻ എന്നുള്ള രീതിയിലാണ്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള അഡ്രസ്സ് ചെയ്തേക്കുന്ന പ്രശ്നങ്ങൾക്കുള്ള ഒരു സൊല്യൂഷനാണ് വേർഡ് പ്രസ് എന്ന് പറയുന്നത്. സോ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് വേർഡ് പ്രസ് പെനട്രേഷൻ ടെസ്റ്റിംഗ് ആണ്. അഗെയിൻ വെൽക്കം ബാക്ക് ടു ഫെറ്റ്ല. നിങ്ങളൊരു IT പ്രൊഫഷണൽ ആണോ? അല്ലെങ്കിൽ മറ്റൊരു പ്രൊഫഷനിൽ നിന്നും കരിയർ സ്വിച്ച് ചെയ്ത് സൈബർ സെക്യൂരിറ്റി ഡൊമൈനിലേക്ക് വരാനോ പഠിക്കാനോ ആഗ്രഹിക്കുന്നവരാണോ? എങ്കിൽ ഫെറ്റ്ല ടയർ 1 പ്രീമിയം പേഴ്സണൽ ട്രെയിനിംഗ് വഴി നിങ്ങൾക്കും സൈബർ സെക്യൂരിറ്റി പഠിക്കാം. 1-to-1 മെൻറ്റർഷിപ്പ്, അതായത് നിങ്ങളും ട്രെയിനറും മാത്രമേ ക്ലാസ്സിലുണ്ടാവൂ. അതും നിങ്ങളുടെ ആവശ്യാനുസരണം സിലബസ് കസ്റ്റമൈസ് ചെയ്തുകൊണ്ട്. കഴിഞ്ഞില്ല, എടുക്കുന്ന ക്ലാസ്സിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ ഞങ്ങളുടെ പോളിസി പ്രകാരം ഫുൾ എമൗണ്ട് റീഫണ്ടും. ഫോർ മോർ ഡീറ്റെയിൽസ് താഴെ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യൂ. ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഈസ് വേർഡ് പ്രസ്? എന്താണ് വേർഡ് പ്രസ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഓക്കെ, വേർഡ് പ്രസ് എന്ന് പറഞ്ഞാൽ ഇസ് എ ഫ്രീ ഓപ്പൺ സോഴ്സ് കോണ്ടന്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം, CMS എന്ന് പറയും. CMS നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് കോഡിങ്ങിൻ്റെ ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വേണ്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കസ്റ്റമൈസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് CMS എന്ന് പറയുന്നത്. നമുക്ക് കോഡിങ് അറിയേ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ആവശ്യമില്ല. നമുക്ക് ഒരാൾക്ക് തന്നെ, ഒരു സാധാരണക്കാരന് തന്നെ കസ്റ്റമൈസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലാണ് CMS എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വർക്ക് ചെയ്യുന്നത്. സോ അതിലുള്ള ഒരു പ്രധാനിയാണ് ആര്? നമ്മുടെ ഈ ഒരു വേർഡ് പ്രസ് എന്ന് പറയുന്നത്. സോ ഇറ്റ് പവേഴ്സ് ഓവർ 40% ഓഫ് വെബ്സൈറ്റ്സ് ഓൺ ഇൻ്റർനെറ്റ് ഇൻക്ലൂഡിംഗ് ബ്ലോഗ്സ്, ഇ-കൊമേഴ്സ് സൈറ്റ്സ് ആൻഡ് പോർട്ട്ഫോളിയോസ്. നമ്മുടെ ഇൻ്റർനെറ്റിൽ, നമ്മുടെ ലോകത്തുള്ള ഈ ഒരു ഇൻ്റർനെറ്റിലുള്ള 40% ഓഫ് വെബ്സൈറ്റും ബിൽഡ് ചെയ്തേക്കുന്നത് വേർഡ് പ്രസ്സിലാണ്. അതിൽ ബ്ലോഗ്സ് ഇൻക്ലൂഡ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ ഇ-കൊമേഴ്സ് സൈറ്റ്സ്, ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലുള്ള ഇ-കൊമേഴ്സ് സൈറ്റ്സ് എന്തിൽ വരുന്നുണ്ട്? ഈ ഒരു വേർഡ് പ്രസ് ചെയ്ത് നമുക്ക് ബിൽഡ് ചെയ്യാം. അതുകൂടാതെ തന്നെ പോർട്ട്ഫോളിയോസും നമുക്ക് ഈ വേർഡ് പ്രസ് ഉപയോഗിച്ചുകൊണ്ട് ബിൽഡ് ചെയ്യാം. ദെൻ ഇറ്റ്സ് പോപ്പുലർ ബിക്കോസ് ഓഫ് ദ സിംപ്ലിസിറ്റി, ഫ്ലെക്സിബിലിറ്റി ആൻഡ് ഹ്യൂജ് ലൈബ്രറി ഓഫ് പ്ലഗിൻസ് ആൻഡ് തീംസ്. പ്ലഗിൻസും തീംസും എന്താണ് നമുക്ക് അതിലേക്ക് നമുക്ക് പോകാം. അതിനു മുമ്പായിട്ട് ഇത് എന്ന് പറയുമ്പോൾ ഇത് സിമ്പിളായിട്ടുള്ളത് കാര്യമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏതൊരാൾക്കും കസ്റ്റമൈസ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്, ഫ്ലെക്സിബിളാണ്. അതുപോലെ തന്നെ ഹ്യൂജ് ലൈബ്രറി ഓഫ് പ്ലഗിൻസ് ആൻഡ് തീംസ് എന്തിൽ അവൈലബിൾ ആണ്? ഈ വേർഡ് പ്രസ്സിൽ അവൈലബിൾ ആണ്. ഇനി വൈ ഈസ് വേർഡ് പ്രസ് പോപ്പുലർ? എന്തുകൊണ്ടാണ് വേർഡ് പ്രസ് പോപ്പുലർ ആണെന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ്, എനി വൺ ക്യാൻ യൂസ്, മോഡിഫൈ ആൻഡ് കോൺട്രിബ്യൂട്ട് ടു വേർഡ് പ്രസ് വിത്തൗട്ട് ലൈസൻസ് ഫീസ്. നമുക്ക് ലൈസൻസിന് ഫീസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. നമുക്ക് ഓപ്പൺ സോഴ്സ് ആയതുകൊണ്ട് തന്നെ ആർക്കും വേണമെന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കാം, മോഡിഫൈ ചെയ്യാം, അതുപോലെ തന്നെ അതിനകത്തേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാം. ദെൻ ഈസി ടു യൂസ്, നോ കോഡിംഗ് റിക്വയർഡ്. അതാണ് CMS എന്ന് പറയുന്നത്. നമുക്ക് എന്താ അറിയണ്ട? ഈ ഒരു കോഡിങ്ങിൻ്റെ ഒരു ആവശ്യം ഇതിനകത്ത് വരുന്നില്ല. നമുക്ക് ഹൈലി കസ്റ്റമൈസബിൾ ആയതുകൊണ്ട് തന്നെ ഈ ഒരു CMSൻ്റെ ഒരു പ്രത്യേകതയാണത്. നമുക്ക് എന്ത് ചെയ്യേണ്ട? കോഡിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല. ദാറ്റ് അലൗസ് യു ടു ബിൽഡ് വെബ്സൈറ്റ് വിത്തൗട്ട് പ്രോഗ്രാമിംഗ് സ്കിൽസ്. ദെൻ കസ്റ്റമൈസബിൾ, ചൂസ് ഫ്രം thousands ഓഫ് പ്ലഗിൻസ് ആൻഡ് തീംസ് ടു പേഴ്സണലൈസ് യുവർ വെബ്സൈറ്റ്. അവിടെ പലതരത്തിലുള്ള തീംസും പ്ലഗിൻസും ഉണ്ട്. ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ദെൻ അതുപോലെ തന്നെ ട്രസ്റ്റഡ് ബൈ ബിഗ് ബ്രാൻഡ്സ്. നമ്മുടെ സോണി മ്യൂസിക് ആയിക്കോട്ടെ, മൈക്രോസോഫ്റ്റിൻ്റെ ന്യൂസ് ആയിക്കോട്ടെ, ടൈം മാഗസിൻ ആയിക്കോട്ടെ, ഇതെല്ലാം ഉപയോഗിക്കുന്നത് നമ്മുടെ വേർഡ് പ്രസ് ആണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വേർഡ് പ്രസ്സിൻ്റെ കോറായിട്ടുള്ള 2 കാര്യങ്ങളാണ്. ഒന്ന് പ്ലഗിൻസും അതുപോലെ തന്നെ തീംസും എന്ന് പറയുന്നത്. സോ തീമും പ്ലഗിൻസും നമുക്ക് നോക്കുന്ന സമയത്ത് ഇതാണ് തീംസ് എന്ന് പറയുന്നത്. നമുക്ക് എന്ത് ചെയ്യണം? നമ്മളൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തു, നമുക്ക് അതിലുള്ള കണ്ടൻറ്റും കാര്യങ്ങളും ആഡ് ചെയ്തു. നമ്മൾ ഈ ഒരു തീം അതിനകത്ത് എന്ത് ചെയ്താൽ മതി? അപ്ലൈ ചെയ്താൽ മതി. ഈ ഒരു രീതിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു പേഴ്സണൽ ബ്ലോഗ് ആയിക്കോട്ടെ, പോർട്ട്ഫോളിയോ ആയിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ ഇ-കൊമേഴ്സ്
ഓൺലൈൻ സ്റ്റോർ ആയിക്കോട്ടെ, കണ്ടോ ഇവിടെ ഈ ഒരു രീതിയിലുള്ള ഓൺലൈൻ സ്റ്റോർസ് നമുക്ക് ഈ ഒരു രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, ബിൽഡ് ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ബ്ലോഗ് ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അതുമല്ല നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഒരു സെക്യൂരിറ്റി അല്ലാന്നുണ്ടെങ്കിൽ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യണം, അതിനും നമുക്ക് എന്ത് ചെയ്യാം, ഒരു സൊല്യൂഷനാണ് നമ്മുടെ ഈ ഒരു വേർഡ് പ്രസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇതാണ് തീംസിൻ്റെ കേസിൽ വരുന്നത്. ഇനി പ്ലഗിൻസിൻ്റെ കേസിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ വെബ്സൈറ്റിൽ യൂസ് ചെയ്യുന്ന അവിടെയുള്ള യൂസേഴ്സിന് എന്ത് വേണം, 2 ഫാക്ടർ ഓതൻറ്റിക്കേഷൻ കൊടുക്കണം. നമുക്ക് കോഡിങ് അറിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യില്ല, അത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. പക്ഷേ നമ്മുടെ ഈ ഒരു പ്ലഗിൻസ് ഉണ്ടായതുകൊണ്ട് തന്നെ എന്ത് ചെയ്താൽ മതി, ഈ പ്ലഗിൻസ് നമ്മളെ ഈ ഒരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് ആയിക്കോട്ടെ നമ്മുടെ വെബ്സൈറ്റിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഈ ഒരു പ്ലഗിൻ, ഇതിനാണ് നമ്മൾ പ്ലഗിൻ എന്ന് പറയുന്നത്. ഈ ഒരു 2 ഫാക്ടർ ഓതൻറ്റിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഫീച്ചർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനകത്തേക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ നോക്കുന്ന നേരത്തെ ക്ലാസിക് എഡിറ്റർ എന്ന് പറഞ്ഞിട്ടൊരു പ്ലഗിൻ ഉണ്ട്. അത് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മുടെ പോസ്റ്റ് എഡിറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളോ അതൊക്കെ ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അതുമല്ലാന്നുണ്ടെങ്കിൽ ക്ലാസിക് വിഡ്ജറ്റ്സ്, നമുക്ക് പലതരത്തിലുള്ള വിഡ്ജറ്റ്സും കാര്യങ്ങളും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ആഡ് ചെയ്യാം. ഇനി പെർഫോമൻസ് ലാബ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ പെർഫോമൻസ് ടീംസ് വിച്ച് ഈസ് എ കളക്ഷൻ ഓഫ് സ്റ്റാൻഡ് ലോൺ പെർഫോമൻസ് ഫീച്ചർ, നമ്മൾ പലതരത്തിലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളും എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ വെബ്സൈറ്റിന് കൊടുക്കാൻ പറ്റും. ഇനി കോൺടാക്റ്റ് ഫോം അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒട്ടുമിക്ക യോസ്റ്റ് SEO, ഇംപ്രൂവ് യുവർ വേർഡ് പ്രസ് SEO, റൈറ്റ് ബെറ്റർ കണ്ടന്റ് ആൻഡ് ഹാവ് ഫുള്ളി ഒപ്റ്റിമൈസ്ഡ് വേർഡ് പ്രസ് സൈറ്റ് യൂസിങ് യോസ്റ്റ് SEO പ്ലഗിൻ. ഇങ്ങനെ പലതരത്തിലുള്ള പ്ലഗിൻസ്, പലതരത്തിലുള്ള ഫീച്ചേഴ്സ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഈ ഒരു വേർഡ് പ്രസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഓപ്പൺ സോഴ്സ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു തീംസും പ്ലഗിൻസും ഇവ ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിലുള്ള ഫീച്ചേഴ്സ് നമുക്ക് ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. അതുകൂടാതെ തന്നെ അതിന് മറ്റൊരു വശം കൂടെ ഉണ്ട്. അതായത് അറ്റാക്കേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു തീംസിനെയും പ്ലഗിൻസിനെയും ടാർഗറ്റ് ചെയ്തുകൊണ്ട് അറ്റാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സോ അതാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. സോ ഇത് ഈ ഒരു ബേസിക്സും കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അറ്റാക്കിംഗ് സൈഡിലേക്ക് പോകാം. സോ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ട്രൈഹാക്മിയുടെ ഒരു റൂം എടുത്തിട്ടുണ്ട്. ബ്ലോഗ് എന്നാണ് ഈ ഒരു ട്രൈഹാക്മി റൂമിൻ നെയിം വരുന്നത്. സോ ഇതൊരിക്കലും നമ്മളൊരു വോക്ക് ത്രൂ ആയിട്ടല്ല കാണിക്കുന്നത്. ഇതിൽ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ, ഈ ഒരു വേർഡ് പ്രസ്സിൻ്റെ ഭാഗങ്ങൾ മാത്രമേ നമ്മൾ കാണിക്കുന്നുള്ളൂ. അത് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഒരു യൂസർ ലെവലിലേക്ക് നമ്മൾ എസ്കലേറ്റ് ചെയ്ത് പോകുന്നത്, അതാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. ഇവിടെ നമ്മൾ മെറ്റസ്പ്ലോയിറ്റ്, WP സ്കാൻ അതുപോലുള്ള ടൂൾസ് ഉപയോഗിക്കുന്നുണ്ട്. സോ ഫസ്റ്റ് നമുക്കൊരു IP കിട്ടിയിട്ടുണ്ട്, നമുക്കിത് അൺമാപ്പ് ചെയ്ത് നോക്കാം. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ അൺമാപ്പ് യൂസ് ചെയ്യാണ്. സോ ആദ്യം നിങ്ങൾ ട്രാക്മിയുടെ ബേസിക്സ് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ എന്ത് ചെയ്യണം, VPN കണക്ട് ചെയ്യണം. VPN കണക്ട് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു അൺമാപ്പും കാര്യങ്ങളും നടത്തി നമുക്കതിൻ്റെ റിസൾട്ടും കാര്യങ്ങളും കിട്ടത്തുള്ളൂ. സോ അതിന് വേണ്ടിയിട്ട് nmap -sv സർവീസ് വെർഷനും അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഫ്ലാഗും കൂടെ കൊടുക്കാം, -sv. ഇനി നമ്മുടെ ഈ ഒരു IP ഇത് നമുക്ക് കോപ്പി ചെയ്തിട്ട് ഇവിടെ കൊടുക്കാം. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, 70% കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, നമുക്കിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, nmapൻ്റെ സ്കാനിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടെ പോർട്ട് 22 ഓപ്പൺ ആണ്, അതുപോലെ തന്നെ പോർട്ട് 80 ഓപ്പൺ ആണ്. സോ അതിൽ WP അഡ്മിൻ എന്നൊക്കെ കാണുന്നുണ്ട്. അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്താണ്, ഇവിടെ വേർഡ് പ്രസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാവും. നമുക്ക് എന്ത് ഈ ഒരു IP ജസ്റ്റ് ഒന്ന് ബ്രൗസറിൽ ഇട്ട് നോക്കാം. സോ ഇവിടെ ലോഡായി വന്നിട്ടുണ്ട്. എനിക്കിവിടെ ലോഡായി വരാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ETC ഹോസ്റ്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു IP ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റ് ഇങ്ങനെ ലോഡായി വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ sudo nano etc hosts ഓക്കെ, നമുക്കിങ്ങനെ കാണാനായിട്ട് സാധിക്കും. സോ ഇവിടെ നോക്കുന്ന നേരത്ത് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഞാനിവിടെ blog.thm എന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സംഭവം കൊടുക്കുന്ന നേരത്ത് blog.thm എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഹോസ്റ്റ് നെയിമും കാര്യങ്ങളും വരുന്നത്. ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഈ ഒരു രീതിയിൽ നമുക്ക് റെൻഡറായിട്ട് മേ ബി വരുള്ളൂ. ഇങ്ങനെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ETC ഹോസ്റ്റിൽ ആഡ് ചെയ്യേണ്ടതാണ്. ദെൻ ഇങ്ങനെ ആഡ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ IP അതുപോലെ തന്നെ blog.thm എന്നുള്ളതിന് കൊടുത്തതിന് ശേഷം ഇതെന്ത് ചെയ്യാം, Ctrl+O കൊടുത്തിട്ട് സേവ് ചെയ്യാം, Ctrl+X കൊടുത്തിട്ട് ഇത് എക്സിറ്റ് ചെയ്യാം. ദെൻ ഇങ്ങനെ റെൻഡറായിട്ട് വരും. നമുക്ക് ഈ ഒരു റെൻഡറായി വന്നതിന് ശേഷം നമുക്കിവിടെ നമ്മുടെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടുള്ള വാപ്ലൈസർ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും വേർഡ് പ്രസ്
5 ആണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. സോ ഈ രീതിയിൽ എന്ത് ചെയ്യാം, നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് WP സ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടൂളാണ്. WP സ്കാൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് അതിനകത്തുള്ള പ്ലഗിൻസ്, അതുപോലെ തന്നെ വൾണറബിൾ ആയിട്ടുള്ള പ്ലഗിൻസ്, യൂസേഴ്സ്, ഇതെല്ലാം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. സോ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, ഞാൻ ഈ ഒരു WP സ്കാൻ ഉപയോഗിക്കുകയാണ്. സോ അതിന് വേണ്ടിയിട്ട് ആ ഒരു കമാൻഡ് വരുന്നത് WP സ്കാൻ URL കൊടുത്തതെന്നാണ്. നമുക്കിത് കോപ്പി ചെയ്യാം. URL സ്പേസ്, അത് കഴിഞ്ഞിട്ട് ഈ ഒരു നമ്മുടെ ഈ ഒരു blog.thm അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നമ്മുടെ ഐപിയും കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, -e എന്ന് പറഞ്ഞാൽ എന്യൂമറേറ്റ് ചെയ്യാനുള്ള ഒരു കോഡാണ്. സോ എന്യൂമറേറ്റ് ചെയ്യാനുള്ള ഒരു ഫ്ലാഗാണ്. സോ ഈ ഒരു രീതിയിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ WP സ്കാൻ ഉപയോഗിച്ചിട്ട് ഈ ഒരു നമ്മുടെ ഈ ഒരു വേർഡ് പ്രസ്സിൽ വരുന്ന പ്ലഗിൻസ്, വൾണറബിൾ ആയിട്ടുള്ള പ്ലഗിൻസോ അല്ലാന്നുണ്ടെങ്കിൽ തീംസോ, അതുപോലെ തന്നെ അതിനകത്ത് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂസേഴ്സിനെല്ലാം എന്ത് ചെയ്യും, ഐഡൻറ്റിഫൈ ചെയ്ത് തരും. സോ നമുക്ക് എന്ത് ചെയ്യാം, വെയിറ്റ് ചെയ്യാം. ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, വെർഷനും കാര്യങ്ങളും ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കാണാനായിട്ട് സാധിക്കും. നമുക്കിത് കംപ്ലീറ്റ് ആയതിനു ശേഷം ബാക്കി കാര്യങ്ങൾ നോക്കാം. നമ്മുടെ WP സ്കാൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഹെഡേഴ്സ്, അതുപോലെ തന്നെ robot.txt ഫൗണ്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള രീതിയിൽ കാണുന്നുണ്ട്. ദെൻ ഇതുപോലെ തന്നെ WP അഡ്മിൻ രീതിയിൽ ഒരു കാര്യം കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ ഒരു അഡ്മിൻ പാനലുണ്ട്. അതാണ് ഇവിടെ കാണിച്ചു തന്നിരിക്കുന്നത്. ഇതുപോലെ എന്ത് ചെയ്യുന്നുണ്ട്, പല രീതിയിൽ SML, RPC, അതുപോലെ പല കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, റീഡ്മി, ഡയറക്ടറി ആസ് ലിസ്റ്റിംഗ് എനേബിൾഡ്, ഇങ്ങനെ പല വൾണറബിലിറ്റീസ് എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു വേർഡ് പ്രസ്സിനകത്ത് ഉണ്ട് എന്നുള്ള രീതിയിൽ കാണിച്ചിട്ടുന്നുണ്ട്. നമുക്കിനി അവസാനത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ, യൂസേഴ്സ് ഐഡൻറ്റിഫൈഡ്, നമുക്ക് യൂസേഴ്സിനെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഫൈൻഡ് ചെയ്തെന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഈ യൂസേഴ്സിനെ വെച്ചിട്ട് നമുക്കൊരു ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് നടത്തി നോക്കാം. ഇതെല്ലാം എന്താണ്, ഈ ഒരു അഡ്മിൻ്റെ ഇതിനകത്ത് ഇതിനകത്ത് ആരെങ്കിലും എന്താണ് അഡ്മിൻ ലെവലിലേക്കുള്ളൊരു പ്രിവിലേജ് ഉണ്ടായേക്കാം. സോ ആ രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഇവിടെയുള്ള യൂസേഴ്സിന് കിട്ടിയിട്ടുണ്ട്, ഇനി അവരുടെ പാസ്വേഡ് നമ്മൾ കണ്ടുപിടിക്കണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഒരു യൂസർ നെയിം എല്ലാം കോപ്പി ചെയ്തിട്ട് നമുക്കൊരു പുതിയൊരു എന്തുണ്ടാക്കാം, ഒരു യൂസർ നെയിം ലിസ്റ്റ് ഉണ്ടാക്കാം. സോ നമുക്കിതെല്ലാം കോപ്പി ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഇത് CTFനകത്ത് സേവ് ചെയ്യാം. ഓക്കെ, ഇതൊരു യൂസർ നെയിം .txt എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സേവ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ യൂസേഴ്സിനെ വെച്ചിട്ട് നമുക്ക് ബ്രൂട്ട് ഫോഴ്സ് ചെയ്യാനായിട്ട് പോവാണ്. അതിന് നമ്മളെന്താണ്, ഈ ഒരു WP സ്കാൻ ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു കാര്യം കൂടെ ചെയ്യാനായിട്ട് പോകുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ യൂസർ നെയിമിൻ്റെ ലിസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പാസ്വേഡ് ബ്രൂട്ട് ഫോഴ്സ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് WP സ്കാൻ -URL നമ്മൾ നേരത്തെ കൊടുത്തതുപോലെ തന്നെ URL സ്പെസിഫൈ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ -p, ഇത് പാസ്വേഡിനുള്ളതാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, റോക്യൂ നമ്മളിവിടെ എന്ത് ചെയ്യും, സ്പെസിഫൈ ചെയ്ത് കൊടുക്കും. യൂസർ ഷെയർ വേർഡ് ലിസ്റ്റ് റോക്യൂ. ഇത് നമ്മൾ എന്ത് ചെയ്തു, പാസ്വേഡ് നമുക്കറിയില്ല, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു പാസ്വേഡ് എന്ത് ചെയ്യും, ഈ ഒരു രീതിയിൽ കൊടുക്കും. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് യൂസർ നെയിം കൂടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം, -u. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, CTF യൂസർ നെയിം. ഇവിടെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ യൂസർ നെയിമിൻ്റെ ലിസ്റ്റ് കൊടുത്തേക്കുന്നത്. സോ ഇനി എന്ത് ചെയ്യാം, നമുക്ക് എൻ്റർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു URL അഡ്മിൻ പാനലിലുള്ള യൂസേഴ്സിന് എന്ത് ചെയ്യും, ഇവിടെ ഇത് ബ്രൂട്ട് ഫോഴ്സ് ചെയ്ത് നമുക്ക് കണ്ടുപിടിച്ച് തരും. നമുക്ക് എന്ത് ചെയ്യാം, എൻ്റർ കൊടുക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ നേരത്തെ കാണിച്ച കുറച്ച് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. ഓക്കെ,
ഇവിടെ എന്ത് ചെയ്യുന്നത് XMLRPC അഗെയിൻസ്റ്റ് 4 യൂസേഴ്സിനെതിരായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. സോ നമുക്കിവിടെ എന്ത് ചെയ്യുന്നുണ്ട് വലീൽ എന്ന് പറഞ്ഞിട്ടുള്ള യൂസറിനെ എന്ത് ചെയ്യുന്നത് QTPy എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാസ്വേഡ് ഇവിടെ മാച്ചായി കാണുന്നുണ്ട്. നമുക്കിത് വെച്ചിട്ടൊന്ന് ലോഗിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. പാസ്വേഡ് QTPy 1. ലോഡ് ആവുന്നുണ്ട്. ഓക്കെ, നമ്മളിവിടെ എന്ത് ചെയ്തിട്ടുണ്ട് ലോഗിൻ ആയിട്ടുണ്ട്. ഈ ഒരു യൂസറായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ലോഗിൻ ആയിട്ടുണ്ട്. സോ ഇവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം ഇനി ഈ ഒരു യൂസറിലേക്ക് നമ്മൾ മെറ്റസ്പ്ലോയിറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും ഈ ഒരു യൂസറിലേക്ക് എന്യൂമറേറ്റ് ചെയ്ത് പോകുന്ന കാര്യമാണ് ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് മെറ്റസ്പ്ലോയിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്രെയിം വർക്ക് യൂസ് ചെയ്യുകയാണ്. ഇത് നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം. നമുക്കൊരു യൂസറിനെ ഫൗണ്ട് ചെയ്തിട്ടുണ്ട് കൊലയിൽ. അതുപോലെ തന്നെ പാസ്വേഡ് എന്ന് പറയുന്നത് QTPy എന്നുള്ളതാണ്. സോ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ വേർഡ് പ്രസ്സിൽ നമ്മൾ എന്ത് ചെയ്തു പാസ്വേഡും കാര്യങ്ങളും കണ്ടുപിടിച്ചു. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇനി നെക്സ്റ്റ് ആയിട്ട് നമുക്ക് MSF കൺസോൾ അഥവാ നമ്മളിനി മെറ്റസ്പ്ലോയിറ്റബിൾ യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് എക്സ്പ്ലോയിറ്റേഷനും കാര്യങ്ങളും നോക്കാനായിട്ട് പോകുന്നത്. MSF കൺസോൾ എന്ന് കൊടുത്താൽ മതി. നമ്മൾ നേരത്തെ കണ്ടു ഇവിടെ യൂസ് ചെയ്തേക്കുന്ന ഒരു വേർഷൻ എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, വേർഡ് പ്രസ് വേർഷൻ എന്ന് പറയുന്നത് 5.0 ആണ്. അത് നമ്മൾ ഇവിടെയും കണ്ടു. അതുപോലെ തന്നെ നമ്മുടെ മാപ്ലൈസർ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും 5.0 ആണ് എന്ത് ചെയ്യുന്നത് ഇവിടെ ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം. സോ ഇനി നമ്മൾ എന്ത് ചെയ്യാണ് ഇവിടെ നമ്മൾ സെർച്ച് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ഇപ്പോൾ മെറ്റസ്പ്ലോയിറ്റ് ഓപ്പൺ ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഈ ഒരു കാര്യം സെർച്ച് ചെയ്ത് നോക്കാം. മെറ്റസ്പ്ലോയിറ്റിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു വേർഡ് പ്രസ് 5 പറ്റിയിട്ടുള്ള എക്സ്പ്ലോയിറ്റേഷനും കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം. സോ അതിന് വേണ്ടിയിട്ട് വേർഡ് പ്രസ് 5.0 എന്ന് കൊടുക്കാം. ഓക്കെ, സെർച്ച് ഒന്നുകൂടെ കൊടുക്കണം. സോറി. ഓക്കെ, നമുക്ക് ഒട്ടനവധി എന്ത് ചെയ്തിട്ടുണ്ട് വൾനറബിലിറ്റീസും കാര്യങ്ങളും ഇവിടെ കാണിക്കുന്നുണ്ട്. സോ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം ഫസ്റ്റ് വൺ സെലക്ട് ചെയ്യാം. ഓക്കെ, ഒന്നുകിൽ നമുക്ക് യൂസ് ഇങ്ങനെയും കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു നമ്പർ കൊടുത്താൽ നമുക്കിത് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു സെലക്ട് ചെയ്തിട്ടുണ്ട്. ഒന്നുകൂടെ വലുതാക്കാം. ഷോ ഓപ്ഷൻസ് ഒന്ന് കൊടുക്കാം. ഓക്കെ, ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ host കൊടുക്കണം. അതുപോലെ തന്നെ പാസ്വേഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട് QTPy 1 എന്നുള്ളതാണ്. അതുപോലെ തന്നെ യൂസർ നെയിം നമുക്ക് കിട്ടിയിട്ടുണ്ട്, അതും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം സെറ്റ് ഫസ്റ്റ് നമുക്ക് ഈ ഒരു host സെറ്റ് ചെയ്യാം. host എന്ന് പറഞ്ഞാൽ നമ്മുടെ വിക്റ്റിമിനെ നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു host എന്ന് പറയുന്നത്. host എന്താണ് നമ്മൾ ഈ ഒരു IP ആണ്. ഈ ഒരു IP ആണ് നമ്മൾ ഈ ഒരു വെബ്സൈറ്റിൻ്റെ IP ആണ് എന്ത് ചെയ്യുന്നത് നമ്മളിവിടെ host ആയിട്ട് കൊടുക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം പാസ്വേഡ് ഉണ്ട്, അതുപോലെ തന്നെ യൂസർ നെയിം ഉണ്ട്. നമുക്ക് യൂസർ നെയിം കൊടുക്കാം. സെറ്റ് യൂസർ നെയിം നമ്മൾ നേരത്തെ കണ്ടായിരുന്നു അല്ലേ. ഓക്കെ, യൂസർ നെയിം എന്നുള്ളത് കൊലയിൽ നിന്നുള്ളതാണ്. നമ്മളിവിടെ യൂസർ നെയിം കൊടുത്തു. അതുപോലെ തന്നെ പാസ്വേഡ് എന്ന് പറയുന്നത് QTPy 1 എന്നുള്ളതാണ്. സെറ്റ് പാസ്വേഡ് ഈ ഒരു ഭാഗത്ത് കാണാൻ പറ്റും പാസ്വേഡ് എന്നുള്ളത്. പാസ്വേഡ് QTPy. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. നമുക്കിവിടെ എൻ്റെ ലോക്കലിലുള്ള IP ആണ് എന്ത് ചെയ്തിരിക്കുന്നത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ
IF കോൺഫിഗ് എന്ന് കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, നമുക്ക് ഈ ഒരു VPNൽ നമുക്ക് കിട്ടിയേക്കുന്ന കണക്ഷൻ കിട്ടിയേക്കുന്ന IP ഇവിടെ കാണിക്കുന്നുണ്ട്. അതെല്ലാം തന്നെ കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, അങ്ങനെ കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ IF കോൺഫിഗ് എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നമ്മുടെ IP കാണാനായിട്ട് സാധിക്കും. ഇതെന്തായിട്ട് കൊടുക്കണം, നമ്മുടെ ലിസണർ പോർട്ടായിട്ട് കൊടുക്കണം. ലിസണറിൻ്റെ IP ആയിട്ട് നമ്മുടെ അറ്റാക്കറിൻ്റെ IP, നമ്മളാണ് അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ IP കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു L ഹോസ്റ്റും കൂടെ ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. സെറ്റ് L ഹോസ്റ്റ് നമ്മുടെ IP. ഇത്രയും കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു എക്സ്പ്ലോയിറ്റ് റൺ ചെയ്യാം. ഒന്നെങ്കിൽ റൺ എന്ന് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്പ്ലോയിറ്റ് എന്ന് കൊടുത്താലും ഈ ഒരു എക്സ്പ്ലോയിറ്റ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, നമുക്കിവിടെ ഒരു സെഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യും, ഒരു ഷെൽ എന്നുള്ള കമാൻഡ് കൊടുത്തിട്ട് ഷെല്ലെന്ന് കൊടുത്ത സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ഷെല്ല് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഒരു ചാനൽ 1 ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്ത് നമുക്ക് കമാൻഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ തരും. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു ഷെല്ലിനെ നമുക്കൊന്ന് സ്റ്റേബിലൈസ് ആക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പൈത്തൻ്റെ ഒരു കോഡുണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്കൊന്നെങ്കിൽ നമുക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കമാൻഡ് അടങ്ങിയിട്ടുള്ള ഒരു എക്സ്റ്റൻഷൻ ഉണ്ട്, അതും ഉപയോഗിക്കാം. കണ്ടോ, ഇവിടെ നമുക്ക് പൈത്തൻ്റെ ഒരു സ്പോൺ ഷെൽ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ഷെല്ലിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റേബിലൈസ് ചെയ്യാൻ പറ്റും. നമുക്കിപ്പോൾ ഇവിടെ കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഓർഗനൈസ് ചെയ്ത രീതിയിലല്ല ഈ ഒരു റിസൾട്ടും കാര്യങ്ങളും കാണിക്കുന്നത്. നമ്മൾ ഈ ഒരു കോഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പൈത്തൻ്റെ ഈ ഒരു സ്പോൺ ഷെൽ ഇവിടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്തു, സാധാരണ നോർമൽ രീതിയിലുള്ള നമുക്കൊരു ഷെൽ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഓക്കെ, നമ്മളിവിടെ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഈ രീതിയിലാണ് നമ്മൾ യൂസറിലേക്ക് കണക്ഷൻ എടുക്കേണ്ടത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, CD കൊടുത്തു. ഓക്കെ, CD/home എന്ന് കൊടുത്ത് നോക്കാം. ഓക്കെ, ഇവിടെ ഒരു യൂസറിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, user.txt നമ്മൾ ഇങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് എന്ത് ചെയ്തു, യൂസറിനെ എന്യൂമറേറ്റ് ചെയ്ത് യൂസറിലേക്ക് നമ്മൾ എന്യൂമറേറ്റ് ചെയ്ത് കയറിയിട്ടുണ്ട്. ഈ രീതിയിലാണ് നമുക്ക് വേർഡ് പ്രസ്സിലേക്ക് അറ്റാക്ക് ചെയ്ത് കയറാനായിട്ട് സാധിക്കും. ഇത് ഒരു മെത്തേഡാണ്. ഇതുപോലെ പല രീതിയിലുള്ള മെത്തേഡ്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ WP സ്കാൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒട്ടുമിക്ക കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ താങ്ക് യു ഓൾ.